നിങ്ങളെ തകർത്ത് കളയുവാൻ, നിങ്ങളെ മുടിച്ചു കളയുവാൻ ദുർവർത്തമാനങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. ദുർവർത്തമാനങ്ങൾ പറഞ്ഞു വരുന്നവർ. ചിലരാണെങ്കിൽ അസൂയ കൊണ്ട്, നിങ്ങളുടെ ഉയർച്ചയിൽ അസൂയ കൊണ്ട് അപവാദം പ്രചരിപ്പിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങൾക്ക് തരുന്ന ആലോചന, നിങ്ങൾ എവിടെയൊക്കെ അപമാനിക്കപ്പെട്ടോ, ആരൊക്കെ ദുർവർത്തമാനങ്ങൾ പറഞ്ഞു വരുത്തിയോ, എവിടെ നിങ്ങളെ തകർക്കാൻ നോക്കിയോ, അവിടെ വെച്ച് ദൈവം നിങ്ങളെ മാനിക്കുമെന്ന് മാത്രമല്ല, ആരൊക്കെ അതിന് ശ്രമിച്ചോ അവർ നിങ്ങളുടെ ഉയർച്ചയുടെ നന്മ അനുഭവിക്കും. അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ വാരി വിതറി കൊടുക്കുവാനുള്ള സമൃദ്ധി അവരുടെ നടുവിൽ വെച്ച് ദൈവം തരും. ഹല്ലേലൂയ. ഈ ഞായറാഴ്ചത്തെ സന്ദേശം നിങ്ങൾ കേൾക്കുക. യോസേഫിനെ തന്റെ സഹോദരന്മാർ ആദ്യം ഒരു പൊട്ടക്കടത്തിൽ എറിഞ്ഞു കളഞ്ഞു. പിന്നീടാണ് മിദ്യാന്യ കച്ചവടക്കാർക്ക് അവനെ വിറ്റ് കളഞ്ഞത്. അവനെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ അവന്റെ അപ്പനോട് വന്ന് പറഞ്ഞു. ഒടുവിൽ ഉൽപ്പത്തി പുസ്തകം 45-ാമത്തെ അധ്യായത്തിൽ യോസേഫ് ഈജിപ്തിൽ മന്ത്രിയായിരിക്കുന്ന സമയത്ത് പട്ടിണി കൊണ്ട് വിശപ്പടക്കാൻ കഴിയാതെ തകർച്ചയിൽ നിൽക്കുന്ന സ്വന്തം സഹോദരന്മാർ യോസേഫിന്റെ കാൽക്കൽ വന്ന് വീണപ്പോൾ യോസേഫ് അവരോട് പറയുന്നൊരു വാക്യമുണ്ട്. 45-ാം അധ്യായം 5-ാം വാക്യം, ഉൽപ്പത്തി 45-5. എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. ഹല്ലേലൂയ. എന്തൊക്കെ അപവാദം ആരൊക്കെ പറഞ്ഞുണ്ടാക്കിയാലും, എന്തൊക്കെ ദുർവർത്തമാനങ്ങൾ പറഞ്ഞു വരത്തിയാലും, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ സേവിക്കുന്ന ദൈവം, നാം സേവിക്കുന്ന കർത്താവ് ആരൊക്കെ പറഞ്ഞു വരുത്തിയോ അവർക്കും കൂടെ നന്മ കൊടുക്കുവാനുള്ള സമൃദ്ധി നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കും. അത് തടയാൻ ആരൊക്കെ ശ്രമിച്ചാലും നടക്കില്ല. കാരണം ദൈവം ജീവിക്കുന്നു, അവൻ നീതിയുള്ള ന്യായാധിപതിയാ, അവൻ വിശ്വസ്തനാണ്. 112-ാം സങ്കീർത്തനം ഒരു വലിയ അനുഗ്രഹത്തിന്റെ സങ്കീർത്തനമാണ്. എന്ന് ചോദിച്ചാൽ വെറുതെ ഓടിച്ചിട്ട് അനുഗ്രഹിക്കുകയല്ല, യഹോവയുടെ കൽപ്പനകളെ ഇഷ്ടപ്പെടുന്നവരും യഹോവയുടെ വഴി തന്നെ നടന്നാൽ കൊള്ളാമെന്ന് പറഞ്ഞ് അങ്ങനെ നടക്കാൻ ശ്രമിക്കുന്നവരുമുണ്ട്. അവരെ ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കും. ആമേൻ. അവരെ കുറിച്ച് പറഞ്ഞൊരു വാക്കാണ് 112-ാം സങ്കീർത്തനം 7-ാം വാക്യവും 9-ാം വാക്യം. ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല, അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു, അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. ഹല്ലേലൂയ. ആരൊക്കെ വെട്ടിയിടാൻ നോക്കിയാലും, ആരൊക്കെ കുതികാല് വെട്ടാൻ നോക്കിയാലും, ദൈവത്തിൽ ആശ്രയിച്ചുറച്ചിരിക്കുന്നവനുണ്ട്, യഹോവയിൽ ആശ്രയിച്ച് അവന്റെ ഹൃദയം ഉറച്ചിരിക്കുന്നവനുണ്ട്. അവൻ വാരി വിതറി കൊടുക്കാൻ സമൃദ്ധിയും കൊടുക്കും. ഹല്ലേലൂയ. ആമേൻ. ദുർവർത്തമാനങ്ങൾ അവനെ തളർത്തുകയില്ല, ദുർവർത്തമാനങ്ങൾ നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നിങ്ങളുടെ ഹൃദയം മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് തെറ്റായ അഭിപ്രായങ്ങൾ പറഞ്ഞോ, നിങ്ങളെക്കുറിച്ച് തെറ്റായ മതിപ്പുണ്ടാക്കുന്ന ഇടപാടുകളോ വർത്തമാനങ്ങളോ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടരുത്. ആരൊക്കെ പറഞ്ഞോ അത് തിരുത്താനായി നമ്മളെ കൊണ്ട് സാധിക്കില്ല. പക്ഷെ അവരുടെ നടുവിൽ ദൈവം നിങ്ങളെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. അവരുടെ നടുവിൽ ദൈവം നിങ്ങളെ ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്. ആരൊക്കെ നിങ്ങളെ തെറ്റായി ചിത്രീകരിച്ചോ അവർക്ക് കൂടെ ഒരു നന്മ കൊടുക്കുവാനുള്ള ഓഹരി നിങ്ങളുടെ കയ്യിൽ ദൈവം തന്നിരിക്കും. അങ്ങനെ ഒരു കാര്യം ദൈവം ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. ആരൊക്കെ തള്ളിക്കളഞ്ഞു, ഈ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 7-ാമത്തെ അധ്യായത്തിൽ സ്തേഫാനോസ് പ്രസംഗിക്കുമ്പോൾ ഇസ്രായേലിന്റെ ഒരു ഹിസ്റ്ററി പറയുന്നുണ്ട്, ഒരു ബ്രീഫ് ഹിസ്റ്ററി പറയുന്നുണ്ട്. നിന്നെ ഞങ്ങൾക്ക് അധിപതിയും ന്യായകർത്താവും ആക്കിയതെന്ന് പറഞ്ഞ് ഉന്തിക്കളഞ്ഞ മോശയെ തന്നെ അവർക്ക് ദൈവം അധിപതിയാക്കി വെച്ചു. ആമേൻ. നിന്നെ ആരാണ് ഞങ്ങൾക്ക് അധിപതിയാക്കി വെച്ചതെന്ന് പറഞ്ഞ് ആദ്യം ഉന്തിക്കളഞ്ഞില്ലേ? അധിപതി അല്ലാതിരിക്കുന്ന സമയത്ത് ആ മോശയെ തന്നെ ആ സഹോദരന്മാർക്ക്, എബ്രായ സഹോദരന്മാർക്ക് ദൈവം അധിപതിയാക്കി വെച്ചു. ആമേൻ. ഹല്ലേലൂയ. മറ്റുള്ള ആർക്കുമല്ല. എവിടെയോ എങ്ങനെയോ അനുഗ്രഹിക്കപ്പെട്ട വാർത്ത കേട്ടു, അതുപോലെ കള്ളപ്പണം കൊണ്ടോ അതുപോലെ ആരെയും കളിപ്പിച്ചോണ്ടോ ഒക്കെ എന്നൊക്കെ പലരും പറയാനല്ല. നിങ്ങളായിരിക്കുന്ന ദേശത്ത് നിങ്ങളെ ആരൊക്കെ ഉന്തിക്കളഞ്ഞോ അവർക്ക് അധിപതിയാക്കുവാൻ ദൈവം ശക്തനാണ്. ആമേൻ. സ്തോത്രം. ദൈവം വിശ്വസ്തനാണ്. ഇനി ഒരു വേള നിങ്ങൾ ദൈവത്തിന്റെ വേല ചെയ്യുന്നവരോ ദൈവത്തിന്റെ ഭൃത്യന്മാരോ ഒക്കെ ആയിരിക്കാം, നിങ്ങളെക്കുറിച്ച് അപവാദം പറഞ്ഞവരുണ്ടല്ലോ,
നിങ്ങളുടെ അടുക്ക ഒന്ന് പ്രാർത്ഥിക്കും. ദൈവം നീതിമാനാ, ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ. ഈ ദൂത് എനിക്കറിയില്ല, പരിശുദ്ധാത്മാവ് ഇങ്ങനെ എന്നോട് സംസാരിക്കുകയാണ്. ആമേൻ. ചിലരൊക്കെ വലിയ വേദനയോടെ കടന്നു പോകുന്നുണ്ട്, നുറുക്കപ്പെട്ട മനസ്സുമായി കടന്നു പോകുന്നുണ്ട്. ചിലർ കർത്താവിൻ്റെ വേല ഇനി ചെയ്യുന്നില്ലെന്ന് ചിന്തിച്ച് പുറകോട്ട് മാറുന്നവരുണ്ട്. ചിലർ നന്മ ചെയ്തിട്ട് മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അസൂയ കൊണ്ട് ചിലരൊക്കെ തെറ്റിദ്ധരിപ്പിക്കുക. നിങ്ങൾ നന്മ ചെയ്യാൻ പാടില്ല, ഞങ്ങളൊക്കെ ചെയ്താൽ മതി, നിങ്ങളെ കൊണ്ട് ചെയ്യിക്കത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ നന്മ പ്രവൃത്തിയെ തെറ്റായി വ്യാഖ്യാനിച്ച് അതുകൊണ്ട് നിങ്ങൾ മടുക്കുകയാണ്. ഇനി ആർക്കും ചെയ്യുന്നില്ല, ഇനി ഒരു പരിപാടിക്കും ഇല്ല. നോ, അങ്ങനല്ല. നിങ്ങൾ മടുത്തു പോകരുത്. നിങ്ങളെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ മടുക്കാതിരുന്നാൽ ഈ തെറ്റായി പറഞ്ഞവരുടെ കയ്യിൽ നന്മ കൊടുക്കാൻ ദൈവം നിങ്ങൾക്ക് സമൃദ്ധി തരും. അതല്ലേ യോസേഫിന്റെ സഹോദരന്മാർക്ക് യോസേഫ് കൊടുത്തത്. ആമേൻ പറഞ്ഞേ, ആമേൻ. അങ്ങനത്തെ ഒരു ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുക. ഹല്ലേലൂയ. ആമേൻ. ആരൊക്കെ നിങ്ങളുടെ ഉയർച്ചയിൽ അസൂയപ്പെട്ടാലും നിങ്ങളുടെ ഉയർച്ചയെ തടയാൻ ശൗൽ ഒത്തിരി അസൂയപ്പെട്ടു. ദാവീദ് എന്തായി തീരുമെന്നുള്ളത് കൊണ്ട് ഒത്തിരി അസൂയപ്പെട്ടു. പക്ഷേ അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. ദൈവത്തിന്റെ മുമ്പാകെ നീതിയോടെയും വിശ്വസ്തയോടെയും ദൈവത്തിന്റെ കൽപ്പനകളും ന്യായപ്രമാണങ്ങളും ഇഷ്ടപ്പെട്ട് നടന്നാൽ അവനെ ദൈവം മാനിച്ചിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് മനുഷ്യൻ പറയുന്ന വാക്കുകൾ കേട്ട് നിങ്ങൾ നുറങ്ങരുത്, തളരരുത്, ശക്തമായി ധൈര്യമായി മുൻപോട്ട് പോവുക. ഹല്ലേലൂയ. നിങ്ങളെ സഹായിക്കാൻ കർത്താവ് കൂടെ ഉണ്ടാകും. മനുഷ്യനെ പ്രസാദിപ്പിക്കാനൊക്കെ ചില സ്തുതിവാക്കുകളൊക്കെ പറഞ്ഞ് കൂടെ നിൽക്കുന്നവരുണ്ട്. അവരൊക്കെ പരാജയപ്പെടും. പക്ഷെ ദൈവത്തിന്റെ ഭാഗത്ത് നിന്നുകൊള്ളുക. ദൈവമാണ് എന്നെ മാനിക്കുന്നത് എന്ന് പറഞ്ഞ് നിന്നോണം. കർത്താവ് യേശു പറയുന്നുണ്ട്, നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ദേഹത്തെ കൊല്ലുന്നവനെന്ന് ഭയപ്പെടണ്ട. ഇപ്പൊ വെട്ടും കുത്തും തിന്നുന്നൊക്കെ പറയുന്നില്ലേ, അവനെയൊന്നും പേടിക്കണ്ട. ഈ മത്തായി സുവിശേഷം 10-28 വാക്യം, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുക. ആമേൻ. അത് ദൈവമാണ്. ശരീരത്തെ മാത്രം വെട്ടു നിർക്കുകയല്ല, ഈ ദൈവത്തിന്റെ അടുക്കൽ ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും നരകത്തെ തള്ളിയിടും ദൈവം. അതുകൊണ്ട് ഭയപ്പെടേണ്ടത് ദൈവത്തെയാണ്. ദൈവത്തെ ഭയപ്പെട്ടാൽ, ദൈവം മുമ്പാകെ മുട്ടുമടക്കിയാൽ ലോകത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരികയില്ല. ആമേൻ. അങ്ങനെ വിശ്വസിച്ചോ. ദൈവം വിശ്വസ്തനാണ്. ദൈവം അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തിരിക്കും. ഹല്ലേലൂയ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പേടിക്കണ്ട, ഭയപ്പെടണ്ട. നിങ്ങൾ തകരില്ല. ആരൊക്കെ തകർക്കാൻ നോക്കിയാലും നിങ്ങൾ തകരില്ല. അവരുടെ വാക്കുകളിലല്ല നിങ്ങളുടെ അനുഗ്രഹം ഇരിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസത്തിലാണ് നിങ്ങളുടെ അനുഗ്രഹം ഇരിക്കുന്നത്. നിങ്ങളുടെ വിശുദ്ധിയിലും വിശ്വസ്തതയിലുമാണ് നിങ്ങളുടെ അനുഗ്രഹം ഇരിക്കുന്നത്. മറ്റാരുടെയും വാക്കുകളിലല്ല, ശുപാർശയിലല്ല. ആമേൻ. എബ്രായ ലേഖനം 13-6 വാക്യം, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യമായി പറയാം. വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറയുന്നത് എൻ്റെ തൻ്റെ ഇറം കൊണ്ട് പറയുന്നതല്ല. ഞാൻ ദൈവത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നതുകൊണ്ട് ദൈവം എൻ്റെ കൂടെ ഉള്ളത് ഉറപ്പുള്ളതുകൊണ്ടാണ്. യഹോവ എനിക്ക് തുണ, കർത്താവ് എനിക്ക് തുണ. ആ ഒരു കാര്യം കൊണ്ടല്ലേ. ആമേൻ. റോമാലേഖനം 8 അതിന്റെ 30-31 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, കർത്താവ് അനുകൂലമാണ്, പ്രതികൂലം ആരാണ്? കർത്താവ് എനിക്ക് അനുകൂലമെങ്കിൽ ദൈവം നീതീകരിച്ചവനെ ആ കുറ്റം ചുമത്തും. നീതീകരിക്കുന്നത് ദൈവമല്ലേ. അതുകൊണ്ട് കർത്താവ് എനിക്ക് തോന്നുന്നു, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യനോട് എന്ത് ചെയ്യും? അതെ, നിങ്ങളെ തകർക്കാൻ ഒരു ദുർവർത്തമാനങ്ങൾക്കും ഒരു അസൂയയ്ക്കും ഒരു അപവാദത്തിനും ശക്തിയില്ല. നിങ്ങൾ ദൈവത്തെ ഉറച്ചു വിശ്വസിക്കുന്നിടത്തോളം കാലം, നിങ്ങൾ പിന്തിരിഞ്ഞ് നടക്കാത്തിടത്തോളം കാലം, നിങ്ങൾ പിന്മാറാത്തിടത്തോളം കാലം, ദൈവത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾ പരാജയപ്പെടില്ല. നിങ്ങളുടെ ഓരോ സ്റ്റെപ്പും ദൈവം മുൻപോട്ട് കൊണ്ടുപോകും. നിങ്ങളെ ആരൊക്കെ തകർക്കാൻ നോക്കിയോ അവർക്കെല്ലാം ഒരു സഹായിയായി അവർക്കുള്ള അനുഗ്രഹം കൂടെ നിങ്ങൾ കൊടുക്കാൻ നിങ്ങൾക്ക് ദൈവം പ്രാപ്തി തരും. നമ്മൾ അസൂയപ്പെടാതിരുന്നാൽ മതി. അവിടെ യോസേഫ് പറഞ്ഞാണെന്നറിയാമോ, നിങ്ങളുടെ ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ മുൻകൂട്ടി അയച്ചതാണ്. എന്നെ ഉയർത്താൻ വേണ്ടി അയച്ചെന്നല്ല പറഞ്ഞത്. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളോട് എന്നെ വീണ് നമസ്കരിക്കാൻ ദൈവം മുൻകൂട്ടി അയച്ചു. അതൊന്നും പ്രവചനമൊന്നും അവിടെ എടുത്ത് പറയുന്നില്ല. അവന്റെ മനോഭാവം വ്യത്യസ്തമാണ്. അവൻ പറയാണ്, നിങ്ങളുടെ ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ മുൻകൂട്ടി അയച്ചതാണ്. പറയുന്നവർ പറയട്ടെ, അവരുടെയും കൂടെ രക്ഷ നിങ്ങളുടെ കയ്യിൽ ദൈവം തരും. അവരുടെയും കൂടെ ഉത്തരവാദിത്വം ദൈവം തരും. നിങ്ങൾ വിശ്വസ്തരായിരിക്കുക, നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുക, ദൈവം വൻ കാര്യങ്ങളെ ചെയ്യും. ഈ ദൂത് നിങ്ങൾ ഏറ്റെടുത്തോ, നിങ്ങളുടെ നന്മയൊന്നും കുറയില്ല. ഹല്ലേലൂയ.
ദുർവർത്തമാന നിമിത്തം ഭയപ്പെടുകയെന്ന് മാത്രമല്ല, വാരി വിതറി കൊടുക്കാൻ അവന്റെ കൊമ്പ് ബഹുമാനത്തോട് ഉയർന്നിരിക്കും. അടുത്ത വാക്ക് ആ സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്, ദുഷ്ടൻ അത് കണ്ട് വ്യവസരിക്കും, ദുഷ്ടൻ പല്ല് കടിച്ചുരുക്കും, ദുഷ്ടന്റെ ആശ നശിക്കും. അത് മറ്റൊരു ഭാഗത്ത് നമ്മളത് കാണാൻ നിൽക്കുന്നവരല്ല. നിങ്ങളുടെ നന്മ ദൈവത്തിന്റെ കയ്യിലായിരിക്കുന്നു. ദൈവത്തിന്റെ കയ്യിൽ ആരും അത് അപകരിച്ചുകൊണ്ട് പോവുകയില്ല. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പോവുക. നിങ്ങളെ അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്, നമ്മളെ അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്. പ്രിയ കർത്താവേ, ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടപ്പോൾ ഞാൻ ഈ ഞായറാഴ്ച പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മുറിപ്പെടുത്തുന്ന വാക്കുകളും ഒറ്റപ്പെടുത്താനും കർത്താവെ തകർത്ത് കളയുവാനും ദുർവർത്തമാനങ്ങൾ പറഞ്ഞു അപവാദം പറഞ്ഞൊക്കെയും കർത്താവെ ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയും ഉയർച്ചയും തടസ്സപ്പെടുത്താൻ നോക്കുന്നവരുടെ നടുവിൽ കർത്താവെ ഞങ്ങൾക്ക് അസൂയയോ പകയോ ഇല്ലാതെ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവെ, അവരെയും കൂടി അനുഗ്രഹിക്കാനുള്ള നന്മ ഈ മക്കളുടെ കയ്യിൽ നീ കൊടുക്കും. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ദൈവികമായ വാഗ്ദത്തങ്ങളിലേക്ക് ഈ മക്കൾ പോകട്ടെ. ആരൊക്കെ പരിഹസിക്കുന്നു, ആരൊക്കെ താഴ്ത്തിക്കെട്ടാൻ നോക്കുന്നു, അവരുടെ നടുവിൽ വെച്ച് നീ മാനിക്കാൻ പോകുന്നതിനായി നന്ദി. ഉന്തിക്കളഞ്ഞവരുടെ നടുവിൽ ന്യായാധിപതിയാക്കുന്ന ഒരു ദൈവം അവിടുന്ന് ജീവിക്കുന്നു, അത്ഭുതം ചെയ്യും. മോശയുടെ ദൈവം ഞങ്ങളുടെ ദൈവം. ഞങ്ങൾ നിന്റെ സന്നിധിയിൽ വിശ്വസ്തരായി നിൽപ്പാൻ സഹായിക്കണം. ഈ മക്കൾക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്ന അത്ഭുത പ്രവൃത്തികളെ ഞങ്ങൾ കാണാൻ പോകുന്നു കർത്താവേ. ഞങ്ങളത് വിശ്വസിക്കുന്നു. ഇത് സംഭവിക്കും. അനേകർക്ക് ജീവരക്ഷയ്ക്ക് മുഖാന്തരമായി വാരി വിതറി കൊടുക്കുവാനുള്ള നന്മകൾ ഞങ്ങളുടെ കയ്യിൽ ദൈവം തരും. അത് വിശ്വസിക്കുന്നു. ഈ മക്കളിൽ അത് സംഭവിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് വലിയ കാര്യം നിങ്ങളോട് ചെയ്യട്ടെ. കർത്താവ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. നിങ്ങളത് വിശ്വസിക്കുക. ഈ സന്ദേശം നിങ്ങൾ അനേകർക്ക് പങ്കുവയ്ക്കുമല്ലോ. ഞായറാഴ്ച ദിവസമാണ്. നമുക്ക് രാത്രി ഓൺലൈൻ വർഷിപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ ഇന്ത്യൻ സമയം രാത്രി 10 മുതൽ 11 വരെ ഉള്ള സമയമാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം രാത്രി 10 മുതൽ 11 വരെ ആ മീറ്റിങ്ങിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. God bless you. Have a beautiful Sunday.